79ാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിലാണ് രാജ്യം. ആഘോഷങ്ങളുടെ തുടക്കമായി പതാക ഉയർത്തിയതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ ഭീകരതയ്ക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ആണവ ഭീഷണി ഇന്ത്യ ഒരിക്കലും അനുവദിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഭീകരരും അവരെ സംരക്ഷിക്കുന്നവരും മാനവികതയുടെ ശത്രുക്കളാണെന്നും അദ്ദേഹം പറഞ്ഞു. സിന്ധു നദീജല കരാറിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഇന്ത്യയിലെ ജലം ഇവിടുത്തെ കർഷകർക്കുള്ളതാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ആണവ ഭീഷണി തുടർന്നാൽ സായുധ സേന സ്വന്തം ലക്ഷ്യങ്ങൾ തീരുമാനിക്കും. അവ നടപ്പിലാക്കുന്നത് സർക്കാർ ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയതോടെ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയ പതാകയുമായി സേനാ ഹെലികോപ്റ്റർ ചെങ്കോട്ടയ്ക്ക് മുകളിലൂടെ പറന്നു. അഭിമാനത്തിന്റെ ഉത്സവമാണിതെന്നും കോടിക്കണക്കിന് സേനാനികളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് സ്വാതന്ത്ര്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാങ്കേതിക രംഗത്തടക്കം കൈവരിച്ച നിർണായക നേട്ടങ്ങൾക്ക് ഈ ചെങ്കോട്ടയും സാക്ഷിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആത്മനിർഭർ ഭാരത് പദ്ധതിയാണ് രാജ്യത്തിന് പുതിയ ഊർജം നൽകുന്നതെന്നും ആത്മനിർഭർ ഭാരതാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയമായതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ ഇന്ത്യയുടെ സുരക്ഷാ കവചമായി. ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ സേനയ്ക്ക് മുതൽക്കൂട്ടായി. രാജ്യം സ്വയം പര്യാപ്തമാണ്. എന്ത് ഭീഷണിയും നേരിടാൻ തയ്യാറാണ്. രാജ്യത്തിന്റെ ആയുധബലം കണ്ട് ശത്രുക്കൾ അമ്പരന്നു. ആണവോർജ രംഗത്ത് വലിയ പുരോഗതി രാജ്യം കൈവരിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികത്തിൽ ആണവോർജ രംഗത്ത് 10 മടങ്ങ് വർധനയിലേക്ക് രാജ്യം എത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ഭീഷണിക്ക് പ്രധാനമന്ത്രി പരോക്ഷമായി മറുപടി നൽകുകയും ചെയ്തു. രാജ്യം ഡോളറിനെയും പൗണ്ടിനെയും ആശ്രയിക്കേണ്ടതില്ലെന്ന് മോദി പറഞ്ഞു. നമുക്ക് സ്വന്തം നിലയ്ക്ക് മുന്നോട്ടു പോകാനുള്ള കരുത്തുണ്ടെന്നും ഊർജ്ജ ഇറക്കുമതിക്ക് ചിലവാക്കുന്ന തുക രാജ്യത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കാൻ കഴിയണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ കണക്കിലെടുത്ത് രാജ്യതലസ്ഥാനം അതീവ സുരക്ഷാ വലയത്തിലാണ്. സുരക്ഷയുടെ ഭാഗമായി 20,000-ഓളം പോലീസ് അർദ്ധസൈന്യ ഉദ്യോഗസ്ഥരെയും തലസ്ഥാന നഗരിയിൽ വിന്യസിപ്പിച്ചിരുന്നു.